ആഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പുളിക്കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാവുന്ന ഒരു പുളിങ്കറി. ഒരു പുളിങ്കറി മതി ചോറ് തിന്നാൻ. ഇങ്ങനെയുള്ള കറികളുണ്ടെങ്കിൽ ചോറ് തിന്നാൻ വളരെ നല്ലതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാനത് പരിഹരിക്കാവും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പാവക്ക, ഇളം പച്ച നിറത്തിലുള്ള പാവക്കയാണ് ഞാൻ എടുക്കുന്നത്. കടും പച്ചയിലാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. ഇളം പച്ച പാവക്ക പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ഒരു പാവക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിഞ്ഞ് ഉപ്പ് ചേർത്ത് 1 മണിക്കൂർ വെച്ചിരുന്നു. അതിനുശേഷം കഴുകി എടുത്തതാണിത്. നല്ലൊരു പുളിക്കറിയാണ് ഉച്ചയൂണിനുള്ളെങ്കിൽ ഒന്നും പറയണ്ട. വേറെ ഒരു കറിയുടെയോ ആവശ്യമില്ല. ഇനി കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. വേറെ ഏതെങ്കിലും ഇതിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എണ്ണ ചൂടാകുമ്പോൾ ഉപ്പിട്ട് കഴുകി നല്ല പിഴിഞ്ഞു വച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. എന്ന പാവക്ക ഒരു പാത്രത്തിലോട്ട് പൊരിച്ച് കോരി മാറ്റി വെക്കണം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കടുക് നല്ലവണ്ണം പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല കറിയാണിത്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് ചോറ് എത്ര കഴിച്ചാലും മതി വരില്ല. അത്രയ്ക്ക് രുചിയായിരിക്കും ചോറ് കഴിക്കാൻ. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു പാവക്ക കറിയുടെ വേറൊരു റെസിപ്പി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലവണ്ണം വഴന്നു വന്നതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം.
മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതലുള്ള മുളക് പൊടി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളകും എല്ലാം എടുക്കാൻ. അതിനുശേഷം പുളി പിഴിഞ്ഞൊഴിക്കാം. നല്ല കട്ടിക്ക് പുളിയെടുത്ത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. നല്ല പുളിയും എരിവും എല്ലാം പാകത്തിന് ഉള്ള ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കാം. ഉപ്പും പുളിയെല്ലാം വളരെ കറക്റ്റാണ്. ഇനി ഒരു ശർക്കര ഇട്ട് കൊടുക്കാം. രുചി ക്രമീകരിക്കാനാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അടച്ചു വെച്ച് ഒന്ന് 2 മിനിറ്റ് വേവിക്കാം. കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും എളുപ്പത്തിലുമുള്ള ഒരു പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാവുന്ന. ഉപ്പ് നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരു നുള്ളുപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്, ഇട്ട് കൊടുക്കാം. ഞാൻ പാവക്ക ഉപ്പ് തേച്ച് വെച്ചത് കൊണ്ടും കറിയിൽ കുറച്ച് ഉപ്പും ചേർത്തത് കൊണ്ട് വളരെ കുറവ് ഉപ്പാണ് ഞാൻ ചേർത്തത്. നല്ല കുറുകിയ പാവക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് അണക്കാം. എണ്ണ നല്ല തെളിഞ്ഞു വന്നുണ്ട്. കുറച്ച് നേരം അടച്ചു വെക്കാം. നല്ല ടേസ്റ്റുള്ള പാവക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് തിന്നാൻ വളരെ രുചിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.